ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പൂരി എന്നിവയോടൊപ്പം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി വിളമ്പാവുന്ന ഒരു കറിയാണ് ബോംബെ ചട്നി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ആദ്യം കട്ടയില്ലാതെ നല്ല പേസ്റ്റ് പോലെ കരച്ചെടുക്കുക. കട്ടയില്ലാണ്ട് കിട്ടാനാണ് ആദ്യം ശകല വെള്ളം ഒഴിച്ച് ഇതുപോലെ പേസ്റ്റ് പോലെ കലക്കിയിട്ട് 2-3 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് നല്ല അയവിൽ കലക്കി വയ്ക്കുക. ഏകദേശം 3.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുകും ജീരകവും താളിച്ച് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് വേണം വഴറ്റാനായിട്ട്. അതിന് എരിവിന് പച്ചമുളകാണ്, കൂടെ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കരിവേപ്പിലയും കൂടെ ചേർത്ത് താളിക്കുക. പച്ചമുളക് നല്ലോണം മൂത്ത് വരുമ്പോൾ അതിലുള്ള എരിവ് നല്ലോണം എണ്ണയിൽ ഇറങ്ങും. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ഇച്ചിരി വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞാൽ മതി. ഒന്ന് വാടി കിട്ടുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഇട്ട് ഒന്ന് മൂപ്പിക്കാം. പൊടികൾ എണ്ണയിലിട്ട് മൂത്ത് കിട്ടുമ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി കിട്ടും. കായപ്പൊടി എണ്ണയിലിട്ട് മൂക്കുമ്പോൾ അതിന് മണവും കൂടുതലായിട്ട് വരും. ഇതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. അപ്പം വെന്ത് വരുമ്പം കടലമാവിൻ്റെ ആ പച്ചമണം മാറി കൂട്ട് നല്ലോണം വെന്ത് കുറുകി കിട്ടണം. അത് നന്നായിട്ട് വെന്തിട്ടില്ലയെന്ന് തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ വെള്ളം കൂടുതൽ ചേർക്കുകയും ചെയ്യാം. കറിയുടെ അയവ് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കുകയും ചെയ്യാം. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് മാവ് നന്നായിട്ട് വെന്ത് കാണും. ഇപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറി നല്ലോണം കുറുകി കിട്ടിയിട്ടുമുണ്ട്. തേങ്ങയൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് സ്വാദിനാവശ്യമുള്ള മല്ലിയിലയും 1 നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നല്ലോണം ഇളക്കി കഴിയുമ്പോൾ കറി റെഡിയാവും. ഇത് നമുക്ക് ഇഡ്ഡലി ആണെങ്കിലും ദോശയുടെ കൂടെ ആണെങ്കിലും വിളമ്പാം. ചപ്പാത്തിയും പൂരിയും ആണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കടലമാവും സവാളയും തക്കാളിയും ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് ഒരു 10-20 മിനിറ്റിനകം തയ്യാറാക്കി എടുക്കാം. ഇത് ബോംബെ ചട്നി എന്നാണ് പറയുന്നത്. ഇത് ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇല്ലെങ്കിൽ പൂരിയുടെ കൂടെ നമുക്ക് വിളമ്പാം. ഇതിപ്പം ഗോതമ്പ് മാവ് വെച്ച് തയ്യാറാക്കിയ പൂരിയാണ്. ഇപ്പോൾ ഗോതമ്പ് മാവ് മാത്രം വെച്ച് തയ്യാറാക്കുകയാണെങ്കിലും എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്കിതുപോലെ നല്ല പൊള്ളിച്ച പൂരി തയ്യാറാക്കി എടുക്കാം. മാവ് കുഴയ്ക്കാനായിട്ട് ഗോതമ്പ് മാവും ഉപ്പും വെള്ളവും മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയ ബോംബെ ചട്നിയും വിളമ്പാം. നല്ല കട്ടിക്ക് കറി പോലെ ഇരിക്കുന്ന ഈ ബോംബെ ചട്നി എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.